Hi everyone, welcome to another session of fingerprinting of disease. So, in the previous session, we discussed about the fingerprinting of deceased in which the recent death occurred, and in the last session, we discovered about we discussed about the fingerprinting of deceased if the corpse is in a rigor mortis stage, and now we are going to discuss about if the corpse is in a state of decomposition. സോ ഡീകമ്പോസിഷൻ സ്റ്റേറ്റിലുള്ള ഒരു കോപ്സിന്റെ ഫിംഗർ പ്രിന്റ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ലാസ്റ്റ് സെഷനിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഫിംഗർ സ്ട്രൈറ്റ്നേഴ്സിന്റെ ഫോട്ടോ. സോ ദിസ് ഈസ് എ സെറ്റ് ഓഫ് ഫിംഗർ straightener. So if the onset of rigor mortis started and you are not able to straighten the fingers at any means, you can use this set of finger straighteners for straightening the fingerprint. So next is if corpse in a state of decomposition. So corpse decomposition ലാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫിംഗർപ്രിന്റ്സ് എടുക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ജസ്റ്റ് ഡീകെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ, if corpse has started decaying, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ, like cases in which the skin of a corpse has started decaying are the most difficult ones to handle. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ലൈക്ക് റിഗർ മോട്ടീസിനേക്കാളും അല്ലെങ്കിൽ റീസെന്റ് ഡെത്തിനേക്കാളും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും ഇപ്പോൾ ഡികമ്പോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേസുകളിൽ നിന്ന് നമുക്ക് ഫിംഗർ പ്രിന്റ്സിനെ റിട്രീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. സോ ആ ടൈമിൽ എന്താ പറയുക, ഫിംഗർ ടിപ്സ് ഏത് ഭാഗത്താണോ ഫിംഗർ പ്രിന്റ് ഉള്ളത്, സോ ദാറ്റ് പാറ്റേൺ ബിയറിംഗ് സ്കിൻ ഓഫ് ഫിംഗർ ടിപ്സ് ഈസ് പീൽഡ് ഓഫ് ആൻഡ് പ്ലേസ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ്. ഇപ്പോൾ ഇതാണ് ഫിംഗർ അല്ലേ, ഫോർ എക്സാമ്പിൾ ഇത് ഡീകമ്പോസ്ഡ് ബോഡി അല്ല, ഞാൻ പറഞ്ഞു തരാം. സോ ഇങ്ങനെ ഒരു ഫിംഗറിന്റെ ഭാഗത്ത് ഇവിടെ ഫിംഗർ ടിപ്പിലായിരിക്കും നമ്മുടെ പാറ്റേൺസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഡീകമ്പോസ്ഡ് സ്റ്റേറ്റിൽ എല്ലാം സ്കിന്നൊക്കെ ലൂസൺ ആയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് സ്കിന്നൊക്കെ നമുക്ക് ജസ്റ്റ് വലിച്ചെടുത്താൽ തന്നെ ബോഡിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരിക്കും. സോ ജസ്റ്റ് വി ക്യാൻ പീൽ ഇറ്റ് ഓഫ്. സോ നമ്മൾ ഡീകമ്പോസ്ഡ് ബോഡിയിൽ നിന്ന് ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, പീൽ ചെയ്തെടുത്തിട്ട് അതിനെ ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനിൽ ഇട്ട് വെക്കണം. Then the skin fragment of each finger is immersed in a separate container. After that എന്തിനു വേണ്ടിയിട്ട് ഫോർമാൽഡിഹൈഡ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിട്ടാർഡ്സ് ദി ഫർദർ ഡീകമ്പോസിഷൻ. പിന്നെയും ഡീകമ്പോസ് ആവുന്നതിൽ നിന്ന് റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാൽഡിഹൈഡിലല്ല ഇട്ട് വെക്കുന്നത്. ഇപ്പോൾ ലാബ്സിലൊക്കെ നമ്മൾ ഫോർമാൽഡിഹൈഡാണ് പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഫർദർ ഡീകമ്പോസിഷന് റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമാൽഡിഹൈഡിൽ ഇട്ട് വെക്കുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഹാർഡൻസ് ഇറ്റ് so that subsequent recording becomes easier. ആ സ്കിന്നിന്റെ പീൽ ഓഫ് ചെയ്ത ഭാഗത്തിന് അത് ഹാർഡൻ ചെയ്യും. സോ റെക്കോർഡിങ് ഈസി ആയിരിക്കും. ദെൻ ദ പേഴ്സൺ ആരാണോ എടുക്കുന്നത് ഫിംഗർ പ്രിന്റ് എടുക്കുന്നത്, ആൾ എന്ത് ചെയ്യണം, ഓതറൈസ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ദേ ഹാവ് ടു വെയർ എ ഗ്ലൗസ്. നമ്മുടെ വിരലുമിൽ ഇത് ആ പിക്ചർ അങ്ങനെയാണ് കാണിക്കുന്നത്. വിരലുമിൽ ഫിംഗറുമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൗസ് ഇട്ടിട്ട് യു ഹാവ് ടു വെയർ എ ഗ്ലൗസ്. എന്നിട്ട് ഈ പീൽ ഓഫ് ചെയ്തിട്ടുള്ള ഫോർമാൽഡിഹൈഡിൽ ഇട്ട് വെച്ചിട്ടുള്ള ഫിംഗർ പ്രിന്റിന്റെ പാറ്റേൺ ഉണ്ടല്ലോ, അത് ഇവിടെ സ്കിന്നിന്റെ മേലെ പ്ലേസ് ചെയ്തിട്ട് ആളുടെ ഫിംഗറിന്റെ മേലെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഫിംഗർ പ്രിന്റ് പാഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റോൾഡ് ഇംപ്രഷൻസ് എടുക്കാം. ചില കേസുകളിൽ എപ്പിഡെർമിസ് ബ്രോക്കൺ ആയിരിക്കും. ഔട്ടർ സർഫസ് ഓഫ് എപ്പിഡെർമിസ് ഇസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ദ റിഡ്ജ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ബ്ലർഡ്. So if the ridge design on under surface of the skin still persist, നമ്മൾ ഫിംഗർ പ്രിന്റിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിംഗർ പ്രിന്റ്സ് എപ്പിഡെർമിസിൽ ഉണ്ടായിരിക്കും, അതിന്റെ താഴെ ഡെർമൽ റീജിയനിൽ ഉണ്ടായിരിക്കും. സോ എപ്പിഡെർമിസ് ബ്രോക്കൺ ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, സ്കിന്നിന്റെ അണ്ടറിലുള്ള റിഡ്ജ് ഡിസൈൻ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ദ സ്കിൻ ഈസ് ഫസ്റ്റ് ലൂസൺ ഫ്രം ദി ഫ്ലഷ് ബൈ ബോയിൽഡ് വാട്ടർ. മേലത്തെ ഭാഗം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ലൂസൺ ചെയ്തിട്ട് ഫ്ലഷിനെ നമ്മൾ ബോയിൽ വാട്ടറിൽ ഇട്ട് വെക്കണം. അതിനുശേഷം സ്കിൻ പീൽ ഓഫ് ചെയ്തിട്ട് ഒരു കാർഡ് ബോർഡുമേൽ ലൈക്ക് ഇന്നർ സർഫസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ കാർഡ്ബോർഡുമേൽ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തതിന് ശേഷം റിഡ്ജ് പാറ്റേൺ എന്താ പറയുക, ഒറിജിനലിന്റെ റിവേഴ്സിലായിരിക്കും റിഡ്ജ് പാറ്റേൺ ഇരിക്കുന്നത്. സോ ദ ബെറ്റർ വേ ഈസ് ടു ടേക്ക് എ കാസ്റ്റ് ഓഫ് ദി അണ്ടർനെത്ത് സ്കിൻ ആൻഡ് ദെൻ പ്രിന്റ് ഫ്രം ദി
മൗൾഡ്, ഒരു മൗൾഡിലാക്കിയിട്ട് നമുക്ക് അതിനെ കാസ്റ്റ് ചെയ്തെടുക്കാം. ഫിംഗർ പ്രിന്റ് നമുക്ക് കാസ്റ്റ് ചെയ്ത്, നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫിംഗർ പ്രിന്റ്സിനെ ഇങ്ങനത്തെ കേസുകളിൽ എടുക്കാൻ പറ്റും. ദെൻ എക്സ്ട്രീം കേസിൽ ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. സോ ബാഡ്ലി മേ ബി ദ ടിഷ്യൂ ഡീകമ്പോസ്ഡ്. സോ നമുക്ക് അങ്ങനത്തെ കേസുകളിലാണെങ്കിൽ എക്സ്റേ ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ട് റിഡ്ജിഡ് പാറ്റേൺസിനെ റിവീൽ ചെയ്യാനായിട്ട് പറ്റും. An opaque material such as barium sulfate or lead carbonate is injected in the inner surface of the fingers, which are then X-rayed. ആദ്യം തന്നെ നമ്മൾ ബേരിയം സൾഫേറ്റ് അല്ലെങ്കിൽ റെഡ് കാർബണേറ്റ് ഇഞ്ചെക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എക്സ്റേ എടുക്കണം. So the photographs display the bony structure of the finger in addition to the ridge detail. So ridge detailum കിട്ടും, bony structure, ഫിംഗറിന്റെ bony structure കിട്ടും. So the latter sufficiently clear as to identify the diseased. Ridge detail എന്ന് പറയുന്നത് ഡിസീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന അത്രയും ഇനഫ് ridge characters ഒക്കെ നമുക്ക് അതിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കിട്ടും. So this is about taking fingerprints from the disease if the body is highly decomposed. ഒന്നും കൂടിയും പറയാം, ഡീകമ്പോസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിംഗർ ടിപ്സിനെ പീൽ ഓഫ് ചെയ്തതിന് ശേഷം ഫോർമാൽഡിഹൈഡിൽ ഇട്ട് വെക്കണം. സെപ്പറേറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം. ഫോർമാൽഡിഹൈഡിൽ എന്തിനാണ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ it retards the further decomposition of this skin fragment and also it hardens the fingertips, that skin. Then നമ്മുടെ ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് ദ ഫിംഗർ പ്രിന്റ്, ആ അദ്ദേഹത്തിന്റെ കൈമൽ ലൈക്ക് വിരലില് ഫിംഗറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൗസ് വെയർ ചെയ്തതിന് ശേഷം യു ഹാവ് ടു കീപ് ദാറ്റ് സ്കിൻ പീസസ് ഓൺ ഹിസ് ഓൺ ഫിംഗേഴ്സ് ആൻഡ് യു ക്യാൻ ടേക്ക് ദി ഫിംഗർ പ്രിന്റ് യൂസിങ് ദി ഫിംഗർ പ്രിന്റ് പാഡ് മെത്തേഡ്. അതിനുശേഷം എന്ത് ലൈക്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്. ഇൻ ചില കേസുകളിൽ എപ്പിഡെർമിസ് ബ്രോക്കൺ ആയി ഫിംഗർ ബ്രിഡ്ജസ് എല്ലാം ബ്ലർ ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദി അണ്ടർ സർഫസ് ഓഫ് ദ സ്കിൻ. സോ ആ ഡെർമിസ് റീജിയനിലും ഉണ്ടായിരിക്കും. അങ്ങനത്തെ കേസിൽ ഫ്ലഷിനെ നമ്മൾ എന്ത് ചെയ്യണം, ലൂസൺ ചെയ്യണം സ്കിന്ന് ബൈ ഇമ്മേഴ്സിങ് ഇറ്റ് ഇൻ ബോയിൽഡ് വാട്ടർ. അതിനുശേഷം ഈ സ്കിന്നിനെ ഫ്ലഷിൽ നിന്ന് അത് പീൽ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഒരു കാർഡ്ബോർഡിൽ ഇന്നർ സർഫേസ് ഔട്ട്വേർഡിലുള്ള പോലെ കാർഡ്ബോർഡിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്തെടുക്കാം. ദെൻ എക്സ്ട്രീം കേസിൽ തീരെ ലൈക്ക് ഡീകമ്പോസ് ആയിട്ടുണ്ട്, സോ ബാഡ്ലി ഡീകമ്പോസ്ഡ് ആ സമയത്താണെങ്കിൽ എക്സ്റേ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിന്നിനെ ലൈക്ക് റിഡ്ജ് പാറ്റേണിന് റിവീൽ ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ്. After that you can like in such cases, in this case also you can use fingerprint pad method for taking the fingerprint. So this is about decomposed body. I hope you understand about the fingerprinting of disease. So അതിൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് ഡിസീസിന്റെ ഫിംഗർ പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. Then after that you can use the methods like fingerprinting method, pad method and powder and tape method. So I hope you understood. Thank you.